നമസ്കാരം പ്രിയപ്പെട്ടവരെ, ചിരിക്കരുത് ഇത് കേട്ടിട്ട്. നമ്മുടെ കാസർഗോഡ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പറയുന്നതിനെക്കാട്ടി നല്ലത് നമ്മുടെ വിസർജൻ ചാനലിലെ കീടാണുക്കളില്ലേ, ഈ രാവിലെ മറ്റേ അടുപ്പ് കൂട്ടി ചർച്ച നടന്ന അലവൻ പറയും. അത് കേട്ടതിന് ശേഷം ബാക്കി കാര്യം ഞാൻ പറയാം. കാസർഗോഡ് ഒരു സംഭവം ഉണ്ടായി അല്ലേ? അതെ, തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു സംഭവം ഇന്നലെ എനിക്കൊന്ന് ഏഷ്യാനെറ്റൊക്കെ അങ്ങ് ആഘോഷിക്കുകയായിരുന്നു. ഇതാണ് കേരള മോഡൽ എന്ന് പറഞ്ഞു. നാരായണേട്ടൻ സംബന്ധിച്ചിടത്തോളം സംഘത്തിന്റെ പ്രവർത്തകനാണ്, സ്വയംസേവനാണ്. അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഏറ്റുവാങ്ങാൻ ആരുമില്ല. ഇതാണ് നെറേറ്റീവ്. എന്നിട്ട് ഏറ്റുവാങ്ങിയത് ആരാ? ഇർഫാന എന്നൊരു കൗൺസിലർ അല്ലേ, ജില്ലാ പഞ്ചായത്ത് അംഗം വന്ന് ഏറ്റുവാങ്ങുകയാണ്. എന്നിട്ട് ചിതിയൊക്കെ ഒരുക്കി നമ്മുടെ ഹൈന്ദവാചാര പ്രകാരം ആ ചിതിയൊക്കെ ഒരുക്കി കൊടുത്തു. ഒന്ന് ആലോചിച്ചു, ആ ഫോട്ടോയിൽ തൊട്ടടുത്തിരിക്കുന്ന രഘുവേട്ടൻ സേവാഭാരതിയുടെ ചുമതലയുള്ള ആൾ തൊട്ടടുത്തിരിപ്പുണ്ട്. സേവാഭാരതിയുടെ ആംബുലൻസിലാണ് ആ ഭൗതികദേഹം കൊണ്ടുവന്നത്. എന്നിട്ട് ഇങ്ങനെ ഒരു പച്ചക്കള്ളം പറഞ്ഞിട്ട് ഇതൊന്ന് ക്രോസ് ചെക്ക് പോലും ചെയ്യാതെ ഒന്ന് പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്ത് ഏറ്റവും അപകടകാരികൾ ഈ പറയുന്ന കുട്ടിയടിക്കാൻ ഇറങ്ങിയ ആളുകളാണ്. ഒരു മാധ്യമമാണ് അത് വൈറലാക്കുന്ന രഞ്ജിത്തേട്ടൻ. അതെ, എടാ മലഞ്ചേരി കീടാണുക്കളെ, നീയൊക്കെ ഈ വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിരുന്നെങ്കിൽ കാര്യങ്ങൾ മനസ്സിലായേനെ. സേവാഭാരതിയുടെ ആംബുലൻസിനകത്താണ് ഈ നാരായണേട്ടൻ, അതായത് RSSന്റെ സജീവ പ്രവർത്തകനായിരുന്ന അദ്ദേഹം ഒരു കടത്തിണ്ണയിലാണ് കിടന്നത് കേട്ടോ. കുറെ കാലമായിട്ട് അദ്ദേഹം കടത്തിണ്ണയിലാണ് കിടന്നത്. ദേഹമൊക്കെ പൊട്ടി അളിഞ്ഞ് നോക്കാൻ ആരും ഇല്ലാതെ, ഈ പറഞ്ഞ സേവാഭാരതി ഇല്ലേ, സേവാഭാരതി പോലും ഇല്ലാതെ കുറെ കാലം കിടന്ന് അവസാനം ഇർഫാന ഇക്ബാൽ എന്ന് പറയുന്ന കാസർഗോട്ടെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകയായിട്ടുള്ള പഞ്ചായത്ത് അംഗമായിട്ടുള്ള ഈ ഒരു സഹോദരി ചെല്ലുകയും ആ മനുഷ്യനെ കൊണ്ടുപോകുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. 2 ഭാര്യമാരുണ്ട്, അതിൽ 2 പേരിലും മക്കളുണ്ട്. പക്ഷേ ഈ അവസാന സമയമുണ്ടല്ലോ, ഈ മരണപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മനുഷ്യന്റെ ബോഡി ഏറ്റുവാങ്ങാൻ പോലും ഈ പറയുന്ന വീട്ടുകാരോ ഭാര്യമാരോ മക്കളോ ഈ സേവാഭാരതിയിൽ നിന്ന് നീ വന്നിരുന്നുകൊണ്ട് കൊണയടിക്കുന്ന ഈ വൃത്തികെട്ട ചെറ്റകളൊന്നും ആ ഏരിയ പോലും ഇല്ലായിരുന്നു. എന്തായാലും നമുക്ക് അതൊന്ന് കണ്ടിട്ട് ബാക്കി നമുക്ക് കൊടുക്കാം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വ്യാഴാഴ്ച സേവാഭാരതിയുടെ ആംബുലൻസ് വരുന്നത് നിങ്ങൾ കണ്ടതല്ലേ? ഇറക്കുന്നതെല്ലാം സേവാഭാരതിയുടെ പ്രവർത്തകരാണ് കേട്ടോ. തൊട്ടടുത്ത് ഭരതായിട്ട് നിൽക്കുന്നതും ഒരു സേവാഭാരതിയുടെ പ്രവർത്തകയാണ് കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ, ആ മനുഷ്യൻ ആ കടത്തിണ്ണയെന്ന് ഈ പറയുന്ന പഞ്ചായത്ത് അംഗവും ആ സംഘടനയുടെ പ്രവർത്തകരും പോലീസുകാരും കൂടെ ചേർന്നുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നത്. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ക്യാൻസർ ആണ്, 4th സ്റ്റേജ് ആണെന്ന് അറിയുന്നതും. പിന്നീട് അതിന്റെ തുടർ ചികിത്സ ഒക്കെ നടത്തി മരണപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ വീട്ടുകാരെ അറിയിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ തന്നെ കൊണ്ടുപോയി ദഹിപ്പിച്ചു എന്ന്. ഇന്നലെ നമ്മൾ മാധ്യമങ്ങളെല്ലാം കണ്ട ഒരു വാർത്ത എന്ന് പറയുന്നത്, ഒരു ആള് വന്നിട്ട് പറയുന്നു ഇത് സേവാഭാരതിയാണ് എല്ലാം ചെയ്തതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയണ്ടേ? അതിനുവേണ്ടിയാണ് ഞാൻ ഇന്ന് രാവിലെ ഇർഫാന ഇക്ബാൽ എന്ന് പറയുന്ന ഈ ഒരു സഹോദരിയെ ഞാൻ ഫോണിൽ വിളിച്ചപ്പോഴത്തേക്കും അവർ പറയുന്നത് എന്താണ് എന്ന് എൻ്റെ പ്രേക്ഷകരൊന്ന് കേട്ടു നോക്കൂ. ഹലോ ഹലോ. ഞാൻ ഇത് ആലപ്പുഴ നിന്നാണ്, ഇന്നലത്തെ വാർത്തയൊക്കെ കണ്ടപ്പോഴേ ഒന്ന് വിളിക്കണോ തോന്നി, അതായിരുന്നു. നമ്മുടെ ഈ ജനൻ ടിവിക്ക് അത് ഭയങ്കരമായിട്ട് വാർത്ത പറയുന്നത് കണ്ടായിരുന്നു. ശരിക്കും ഇതെന്തായിരുന്നു ഇത് സംഭവം? അത് നമുക്ക് ഓൾഡ് ഏജ് ഹോമിലേക്ക് എടുക്കാൻ വേണ്ടിട്ട്, അതായത് അവരേറ്റെടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ മെമ്പർ ആദ്യം വിളിച്ചതാണ്. ഓക്കെ. എന്നിട്ട് നമ്മൾ അങ്ങനെ പോയതാണ്, അല്ലാതെ ഇവർക്ക് ഇങ്ങനെ രോഗമുണ്ട്, ഇവരിങ്ങനെ ചികിത്സിക്കണം എന്ന് ഉദ്ദേശിച്ച് പോയതല്ല. ഇവര് ഓൾഡ് ഏജ് ഹോം, നമുക്ക് ഓൾറെഡി ഷേഖ് സായിദ് ട്രസ്റ്റ് ഉണ്ട്, അതിന് അണ്ടറിൽ നമ്മൾ ഓൾഡ് ഏജ് ഹോം നടത്തുന്നുണ്ട്. അങ്ങനെ അവരെ ഏറ്റെടുക്കാൻ വേണ്ടി പോയ സമയത്ത് ആ ഒരു കണ്ടീഷനിൽ അല്ലാത്തത് കൊണ്ട് അവര് ബോഡിയൊക്കെ സ്കിന്നും കാര്യങ്ങളൊക്കെ ഡെഡ് ആയിട്ട് ഇങ്ങനെ നമ്മള് മരത്തിലൊക്കെ ഇളകി വരില്ലേ, അങ്ങനെ പൊളിഞ്ഞുണ്ടായിരുന്നു. നമ്മള് മുമ്പത്തെ പേജിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു മുമ്പിട്ട വീഡിയോസ് എല്ലാം ഉണ്ട്. യെസ്, അങ്ങനെയുണ്ട്. അപ്പൊ നമ്മള് 108 വിളിച്ചു, കളക്ടറെ കോൺടാക്ട് ചെയ്തു. കളക്ടർക്ക് വിളിച്ചാൽ പറഞ്ഞിട്ട് പരിയായം മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചത്. അതായത് അവിടുന്ന് മെഡിക്കൽ സൂപ്രണ്ടിനെ വിളിക്കണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കളക്ടറെ വിളിക്കുന്നത്. അങ്ങനെ കളക്ടർ ഇടപെട്ടിട്ട് നമുക്ക് അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ആ സമയത്തും സ്റ്റേഷനിൽ അറസ്റ്റ് ആയിരുന്നു, ആ സമയത്തും പോലീസ് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം ഓപ്പൺ ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്ത. നമ്മൾ ആ സമയത്ത് നമ്മൾ പറഞ്ഞു, ഇപ്പോ ഈ ഇരിക്കുന്ന വ്യക്തി ഹോസ്പിറ്റലിൽ പോയിട്ട് ഏകദേശം ക്ലിയർ ആയതിനു ശേഷം നമ്മൾ അവരെ ഓൾഡ് ഏജ് ഹോമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്നാ പറഞ്ഞേ. അങ്ങനെ പരിയായം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ പിന്നെ 4th സ്റ്റേജ് ആണെന്നൊക്കെ പറഞ്ഞു. മൗത്ത് ക്യാൻസർ ആയിരുന്നു. അങ്ങനെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അവിടുന്ന് കൊണ്ടുപോകുന്നു. അങ്ങനെ 1 മാസത്തോളം അവിടെ ചികിത്സയിലായിരുന്നു.
അത് നമ്മുടെ ഈ സംഘടനയുടെ ഇതിൽ തന്നെയായിരുന്നു ചികിത്സ. അതെ അതെ അല്ല അത് നമ്മൾ ഓൾറെഡി അവിടുന്ന് ഇൻഫോർമേഷൻ കൊടുത്തിട്ടാണ്, കളക്ടറെ വിളിച്ച് സംസാരിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓ ശരി ശരി. ഓരോ ഇൻഫോർമേഷൻ കളക്ടർക്ക് പറഞ്ഞുകൊണ്ടിരുന്ന. അപ്പൊ ഇവരുടെ വീട്ടുകാരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ സംഭവം? വീട്ടുകാർ നേരത്തെ തന്നെ അറിയിച്ചിന്. വീട്ടുകാർ ആദ്യം നമ്മൾ വിളിച്ചത് തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നാട്ടുകാർ വിളിച്ചതും അവിടുത്തെ മെമ്പർ വിളിച്ചത്. ആ സമയത്ത് തന്നെ വീടുന്നവര് ഇതാക്കിയിട്ടുണ്ടായിരുന്നു, പുറത്തുണ്ടായിരുന്നു, വീട്ടിലല്ല ഉണ്ടായിരുന്നത്, ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ അവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരെ ക്ലീൻ ചെയ്യാൻ പോലെ അവര് വന്നിട്ടൊന്നുമില്ല, ഹെൽപ്പ് ഒന്നും ചെയ്തിട്ടില്ല, അവരെ കൊണ്ടുപോയിക്കൊടുന്നാ പറഞ്ഞേ. നമ്മള് ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഡെത്ത് ആയ സമയത്തും അവർക്കാണ് ആദ്യം അറിയിച്ചത്. മെമ്പറെ അറിയിച്ചു, കളക്ടർക്ക് വിളിച്ചറിയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കളക്ടർ ആദ്യം ചോദിച്ചു എന്ത് ചെയ്യുന്ന ബോഡി. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ അവർക്ക് വിളിച്ചറിയിക്കുന്നുണ്ട്, ഫാമിലി കൊണ്ടുപോവായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവര് നമുക്ക് ലെറ്റർ എഴുതി തന്നു, നിങ്ങൾ തന്നെ അത് ചെയ്തോളൂ, ബോഡി കൊണ്ടുപോകാനുള്ള ഇതൊന്നും നമുക്കില്ല. അപ്പൊ അവിടുന്ന് മെമ്പർ അവരോട് ചോദിച്ചിന് വീണ്ടും, ബോഡി ഞങ്ങൾ കൊണ്ടുവന്നാല് നിങ്ങൾ അതിന് ദഹിപ്പിക്കോ, ബാക്കി കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യൂ, അതുപോലെ നമ്മളെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞേ. പിന്നെ നമ്മള് ഫസ്റ്റ് തന്നെ അവർക്ക് ഒരു വാക്ക് കൊടുത്താണ്, ഇവര് ക്യൂർ ആയാല് ഓൾഡ് ഏജ് ഹോമിലേക്ക് കൊണ്ടുപോവാൻ. അപ്പോ ഡെത്ത് ആയാലും നമ്മളത് കൊടുത്ത വാക്കാണല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ ഏറ്റെടുത്തത്. അല്ല, ഇത് ഇതിന്റെ ചെലവൊക്കെ സേവാഭാരതിയാണോ ചെയ്തത്? അല്ലല്ല, അവിടുന്ന് നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് കാണുമായിരിക്കും, ആംബുലൻസ് ആരതാണ്. നമ്മുടെ കോർഡിനേറ്റർ പോയിട്ടുണ്ടായിരുന്നു, കോർഡിനേറ്റർ അവിടുന്ന് ആംബുലൻസ് ആക്കിയിട്ടാണ് കൊണ്ടുവന്നത്. അതിന്റെ പൈസയും കാര്യങ്ങളൊക്കെ നമ്മളാ കൊടുത്തേ, ട്രസ്റ്റാ കൊടുത്തേ. പിന്നെ പൊതുവെ നമ്മൾ ഇവിടുന്ന് ആരെങ്കിലും ഡെത്ത് ആയാൽ തന്നെ ഈ ചെറുകോളിലുള്ള ശ്മശാനത്തിലാണ് കൊണ്ടുപോവാറുള്ളത്. അത് ഇവിടുത്തെ കൊണ്ടയൂർ സ്വാമി ഉണ്ട്, അവരെ കെയർ ഓഫിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അന്ന് അവർ നമുക്ക് പെർമിഷൻ തന്നിട്ടുണ്ട്, നമ്മുടെ ട്രസ്റ്റിൽ ഒരു ട്രസ്റ്റിയാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലും ആയാൽ തന്നെ നമുക്ക് അവിടെ ഫ്രീ ആണ് ബാക്കി കാര്യങ്ങൾ, അത് കൊണ്ടൂർ സ്വാമിന്റെ കെയർ ഓഫ് ആണ്. അല്ലാതെ അത് അവിടെ ഉള്ള വ്യക്തി ആരെങ്കിലും ഒരാൾ വേണല്ലോ, ശ്മശാനത്ത് ആ കമ്മിറ്റിയിലുള്ള ഒരാൾ വേണല്ലോ ഇതിനൊക്കെ ചെയ്യാൻ വേണ്ടിട്ട്. പുള്ളിയുടെ ബൈറ്റാണ് ഇന്നലെ മനോരമയിൽ കണ്ടതല്ലേ? പുള്ളി പറയുന്നത് ഇത് സേവാഭാരതിയാണ് ചെയ്തതെന്നൊക്കെയാണ് പറയുന്നത്. അത് കാണുന്ന ആൾക്കാർക്കും മനസ്സിലാവുന്നതേ ഉള്ളൂ ആയിരിക്കും, അല്ല നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണമെന്നില്ല, സത്യങ്ങൾ മനസ്സിലാക്കാൻ ഇത്ര ബോധം മതി. അതെ, സത്യം. അല്ല, ഇത് ഈ മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. ഇത് ഈ ശ്മശാനം നമ്മൾ പഞ്ചായത്തിന്റെ പ്രോപ്പർട്ടിയാണ്, അവർ നടത്തിപ്പാണ്. അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ ഒരാൾ വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് അവരെയാണ് അയച്ചത്. പൊതുവെ അവരാണ് അയക്കാറുള്ളത്, അല്ലാതെ അവര് എല്ലാവർക്കും പാർട്ടി ഉണ്ടാവുമല്ലോ. അത് പുതുമയല്ലല്ലോ. ഈ ഇദ്ദേഹത്തിന് 2 ഭാര്യമാരും മക്കളും ഒക്കെ ഉള്ളതാണല്ലേ? ഭാര്യമാരുണ്ട്, 2 കല്യാണം കഴിച്ചു. ആദ്യത്തെ ഭാര്യ ഇവരാണ് ഒഴിവാക്കിയത്, ഇവര് വീടിന്ന് പുറത്താക്കി, അങ്ങനെയൊക്കെ ആക്കി. രണ്ടാമത്തെ ഭാര്യ ഇവര് വിട്ടുപോയത്. പുള്ളി ഒരു സജീവ RSS പ്രവർത്തകനായിരുന്നു അല്ലേ? അവിടുത്തെ പോയ സമയത്ത് ഈ മെമ്പറും നാട്ടുകാരൊക്കെ പറഞ്ഞതാണ്, ഇവരെ എടുക്കാൻ വന്നതാണോ നിങ്ങളും ചോദിച്ചിട്ടുണ്ട്. അത് ശരി. അപ്പൊ ഈ സംഘടനയുടെ ഒരാളും ഇതുമായി ബന്ധപ്പെട്ട് നമ്മള് ഇത് കണ്ടിട്ടില്ല അല്ലേ? എങ്ങനെ? ഈ RSSന്റെ സംഘടന ആൾക്കാരോ അല്ലെങ്കിൽ BJPയുടെ ആരെങ്കിലോ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ചെയ്തിട്ടില്ല? ഇല്ല, അങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നെങ്കിൽ ഈ നമ്മൾ കൊണ്ടുവന്ന വീഡിയോസും ഇതിനു മുമ്പ് അവരെ സന്ദർശിച്ച വീഡിയോസ് ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്, ഒരാൾ പോലും ചോദിച്ചിട്ടില്ല. അതെ. സത്യത്തിൽ ഇപ്പം ഇത് ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തപ്പോഴത്തേക്ക് അതിനകത്ത് കോലിട്ടിളക്കാൻ വേണ്ടിയാണ് ഇവർ ഈ കിടന്ന് കാണിക്കുന്നത്. എന്തായാലും നല്ല മനസ്സ്, നല്ല കാര്യമാണ് ചെയ്തത്. അതിന് സർവശക്തന് എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹമൊക്കെ തരട്ടെ. നിങ്ങൾ കേട്ടല്ലോ അല്ലേ? ഞാൻ ഇന്നലെ ഈ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ കമന്റ് ബോക്സ് വന്നിട്ട് സംഖ്യകൾ പറഞ്ഞു, ആ വാർത്ത പൊളിഞ്ഞു കേട്ടാ, ഇതെല്ലാം ചെയ്ത് സേവാഭാരതിയാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ഞാൻ ഈ സഹോദരിയുടെ നമ്പർ തപ്പി വിളിച്ചത്, കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. 2 ഭാര്യമാരും മക്കളുമുള്ള ഈ ഒരു സാധു മനുഷ്യനെ ഉപേക്ഷിച്ചു എന്ന് മാത്രമല്ല, ഇത്രയും കാലം സേവാഭാരതി സംഘപരിവാറിന് വേണ്ടി പണിയെടുത്ത ഈ ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മനുഷ്യത്വത്തിൻ്റെ പേരിൽ ആ ഒരു സഹോദരി ചെയ്യേണ്ട ഒരു കടമ അതങ്ങോട്ട് നിർവഹിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സകലമാന സംഖ്യ മരവാണങ്ങൾക്കും അങ്ങോട്ട് കുരുകൂട്ടി വലിക്കാൻ തുടങ്ങി. പർദ്ദ ഇട്ട താത്ത ഫോട്ടോ എടുത്ത് മൊത്തത്തിൽ അങ്ങോട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിൽ. സത്യത്തിൽ ഇതിപ്പം ചിത ജിഹാദ് എന്നാണ് ഇപ്പം ഈ വേട്ടാവളിയന്മാരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ആദ്യം പൊളിച്ചു മാറ്റേണ്ട സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്നത് ഈ വിസർജനം ചാനലാണ് കേട്ടോ. ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ കീടാണുക്കളുണ്ടല്ലോ, സത്യത്തിൽ ഇവനൊക്കെ തലയ്ക്കകത്ത് ചാണകമല്ല മറ്റെന്തോ
സാധനമാണെന്നാണ് തോന്നുന്നത്. ഇവിടെ പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ വേണം ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ. എന്താണെങ്കിലും വല്ലാത്തൊരവസ്ഥ തന്നെ ഇവന്മാരുടെ കാര്യം കേട്ടോ, കഷ്ടം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതൊരിക്കൽ എല്ലാവർക്കും